സോ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് എസ്കേപ്പ് വെലോസിറ്റി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? അല്ലേ, രക്ഷപ്പെടാൻ ആവശ്യമായ വെലോസിറ്റി എന്ന് പറയാം അല്ലേ. അതായത് നമുക്കറിയാം ഒരു വസ്തു നമ്മൾ എർത്തിൻ്റെ എർത്തിലെ സർഫസിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുകളിലോട്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വസ്തുവും തിരിച്ച് ഗ്രൗണ്ടിലോട്ട് തന്നെ തിരിച്ചു വരും അല്ലേ. അപ്പോൾ നമ്മൾ ആ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ എറിയണമെങ്കിൽ നമ്മളെന്താ, വി നീഡ് ടു ഡൂ സം അഡീഷണൽ വർക്ക്. ഒരു അഡീഷണൽ വർക്ക് മീൻസ് നമ്മളൊരു സ്പെസിഫിക് വെലോസിറ്റി എറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഗ്രാവിറ്റേഷൻ ഫീൽഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകത്തുള്ളൂ. സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് പുറത്തേക്ക് പോകാൻ ആവശ്യമായ വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? ദ എസ്കേപ്പ് വെലോസിറ്റി ഈസ് എ മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി മസ്റ്റ് ബി പ്രൊജക്റ്റഡ്. അതായത് ബോഡി എല്ലാ വസ്തുവും ഒരു മിനിമം വെലോസിറ്റി പ്രൊജക്റ്റ് ചെയ്യണം അപ്വേർഡ് ഡയറക്ഷനിൽ ഇൻ ഓർഡർ ടു എസ്കേപ്പ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് ദി എർത്ത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ വെളിയിലേക്ക് പോകണമെങ്കിൽ ഒരു മിനിമം വെലോസിറ്റിയിൽ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ പുറത്തേക്ക് പോകത്തുള്ളൂ. ആ വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പം നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. യു ഹാവ് ദ എർത്ത് ഓഫ് റേഡിയസ് ആർ, അതിൻ്റെ എർത്ത് സർഫസ് ആണ് എ. അപ്പോൾ ഈ എർത്ത് സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് നമുക്ക് ഒബ്ജക്റ്റിനെ എറിയണം. സോ അതിന് വേണ്ട വർക്ക് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഈ എസ്കേപ്പ് വെലോസിറ്റി ഡെറിവേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ എർത്ത് സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എറിയുന്നത്, അപ്പോൾ ആറിൽ നിന്ന് പ്രൊജക്റ്റിംഗ് ഫ്രം ആർ ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെറിയൊരു പോർഷനിലെ വർക്ക് കണ്ടുപിടിക്കും. സപ്പോസ് യു ഹാവ് എ ബോഡി ലൈസ് എം, അല്ലെ ബോഡി എം അറ്റ് പോയിൻറ്റ് പി. ഓക്കെ, അവിടെ നമ്മളപ്പോൾ ഈ നിന്ന് ക്യൂവിലേക്ക് ഉണ്ടാകുന്ന ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിലെ വർക്ക് കണ്ടുപിടിക്കും. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സ്മോൾ എം ഡ്യൂ ടു ദിസ് ക്യാപിറ്റൽ എം? എഫ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ഡിസ്റ്റൻസ് എക്സ് ആണ്. എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് വെച്ചിരിക്കുന്നത്. സോ എക്സ് സ്ക്വയർ. സോ ദ സ്മോൾ വർക്ക് ഡൺ ഫോർ എ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്, ദറ്റ് ഈസ് ഫ്രം പി ടു ക്യൂ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡി എക്സ്. ദറ്റ് ഈസ് എഫിൻ്റെ വാല്യൂ ജി എം എം ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇനി നമ്മൾ എവിടെ നിന്ന് എവിടം വരെയാ? ഫ്രം ആർ ടു ഇൻഫിനിറ്റി, ഫ്രം സർഫസ് ടു ഇൻഫിനിറ്റി അല്ലേ. സർഫസിൻ്റെ എർത്തിൻ്റെ ഈ പറഞ്ഞ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യമായ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ടോട്ടൽ വർക്ക്? എവിടെ നിന്ന് എവിടം വരെ വർക്ക് കണ്ടുപിടിക്കണം? സർഫസിൽ നിന്ന് ഇൻഫിനിറ്റി വരെ നമ്മൾ ഉള്ള വർക്ക് കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ദ ജി എം എം ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലെ. ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ജി എം എം ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്കറിയാം ജി എം എം is a constant, so what you get 1 by x square dx. 1 by x square x raised to minus 2. In നമ്മൾ integral, what is integral x raised to minus 2? Integral minus 2 plus 1 by minus 2 plus 1. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതിൻ്റെ വാല്യൂ ഒക്കെ അല്ല. എന്ത് വരും ഇവിടെ? x raised to minus 1 by minus 1. അപ്പോൾ മൈനസ് എന്ത് വരും നമുക്ക് ആൻസർ? you get the value minus x raised to minus 1 അല്ലേ. അത് നമുക്ക് minus 1 by x എടുക്കാം. Then r to infinity, upper limit infinity, okay, minus upper limit minus lower limit. അപ്പോൾ മൈനസ് ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കണ്ട, നിങ്ങൾ ചെയ്താൽ മനസ്സിലാവും. നമ്മൾ ഈ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അങ്ങനെ ഓരോന്നേ കാണിച്ചു തരാം. നോക്കിയേ, സപ്പോസ് നമ്മൾ ഈ മൈനസ് ജി എം എം പുറത്തുണ്ടെന്ന് എഴുതുക. 1 by x മാത്രമേ അകത്തുള്ളെങ്കിൽ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കും, ഇൻഫിനിറ്റി മൈനസ് 1 by ലോവർ ലിമിറ്റ്. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി 0 ആണ്. ഈ മൈനസ് പ്ലസ് ആവും. സോ യു ഗെറ്റ് ദ ഇക്വേഷൻ ജി എം എം ബൈ ആർ. ഓക്കെ, ജി എം എം ബൈ ആർ. നോക്കി, നമ്മൾ ഈ പറഞ്ഞ ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എസ്കേപ്പ് ചെയ്ത ഒബ്ജക്റ്റ് പുറത്തേക്ക് പോകണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യണം. സോ ആ വർക്ക് ഇൻ ദ ഫോം ഓഫ് വർക്ക് ഈസ് ഈക്വൽ ടു എനർജി. സോ ആ എനർജി എനർജി ആയിരിക്കും? ദറ്റ് ഈസ് കൈനറ്റിക് എനർജി അല്ലേ. സോ മോഷനാണ്. സോ നമുക്ക് പറയാം ആ എനർജി ഈസ് ഈക്വൽ ടു എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ എന്ത് കിട്ടി? വർക്ക് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. രണ്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നമുക്ക് രണ്ട് ഇക്വേഷനാണ് കിട്ടുന്നത്. അതായത് വി ഈസ് ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ ബോഡി, ദ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ഇമ്പാർട്ട് ടു ദ ബോഡി ബൈ ദ സർഫസ് ഓഫ് ദിയർ വിൽ ബി ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു പെർഫോം വർക്ക്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ദേ നീഡ് എനർജി. വാട്ട് എനർജി? കൈനറ്റിക് എനർജി. ഓക്കെ, സോ നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. വൈ? ബിക്കോസ് ദിസ് വർക്ക് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. വർക്ക് ചെയ്യാൻ എന്ത് വേണം? ആ എനർജി ആവശ്യമാണ്. സോ ജി എം എം ബൈ ആർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ഇ സ്ക്വയർ. വാട്ട് ഈസ് എം ഇ? ഈ വെലോസിറ്റിയുടെ സഫിക്സ് ഇ വന്ന കാരണം എസ്കേപ്പ് വെലോസിറ്റിയുടെ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് വി ഇ ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വി ഇ? എന്ത് വരും? ഇത് ക്രോസ് ചെയ്യും ഇങ്ങോട്ട്. അപ്പോൾ 2 GMM/r.
സോ വാട്ട് ഈസ് വി? റൂട്ട് ഓഫ് 2gm/r. നമുക്കറിയാം സ്മോൾ ജി ഈസ് ഈക്വൽ ടു gm/r², അല്ലേ, പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് gr²? gr² ഈസ് ഈക്വൽ ടു gm. സോ നമുക്ക് gmന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് gr². ദെൻ നമ്മൾ ആറും ഒരാറും കട്ടായി നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് റൂട്ട് ഓഫ് 2gr. സോ ദിസ് ഇസ് എ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ഓർബിറ്റൽ വെലോസിറ്റി. അതായത് ഓർബിറ്റൽ വെലോസിറ്റി എന്നാണ് നമുക്കറിയാം. ഓർബിറ്റ് അല്ലേ, അതായത് ഈ പറഞ്ഞ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ കറങ്ങുന്ന പാത്താണ് ഓർബിറ്റ്, എർത്തിന് ചുറ്റും. അപ്പോൾ ആ കറങ്ങുന്ന ഈ പറഞ്ഞ സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് ഓർബിറ്റൽ പാത്തിലൂടെ കറങ്ങുന്ന ഓർബിറ്റിൻ്റെ ഈ പറഞ്ഞ സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. നമുക്ക് വി ആർ കൺസിഡറിങ് എ മാസ്, ഈ സാറ്റലൈറ്റ് ആണ് സ്മോൾ എം. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദിസ് എർത്ത് ഫോർ ദാറ്റ് എം? അറിയാം g ഈസ് ഈക്വൽ ടു gmm/r+h². ബിക്കോസ് എന്താണ്? h ഡിസ്റ്റൻസ് അകലെയാണ്, എർത്ത് സർഫസിൽ നിന്ന് h ഡിസ്റ്റൻസ് ആണ് ഈ സാറ്റലൈറ്റിലേക്കുള്ള. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ എർത്ത് സർഫസിൽ നിന്ന് ഓർബിറ്റിലേക്കുള്ള അകലെ h ആണെങ്കിൽ ടോട്ടൽ എന്താ? r+h. ഇവിടം വരെ r, ഇവിടെ നിന്ന് ഇങ്ങോട്ട് h. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് പറയുന്നത്, നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ വി നീഡ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ്. വാട്ട് ഈസ് ഇക്വേഷൻ? mv²/r ആണ്. ഇവിടെ നമുക്ക് r+h എടുക്കാം. ഓക്കെ, mv²/r+h എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, നമുക്കറിയാം ഇത് രണ്ട് ഫോഴ്സും ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇക്വേഷൻ 1 ഫസ്റ്റ് F ഈസ് ഈക്വൽ ടു gmm/r+h² എന്ന് പറഞ്ഞത് ഒരു ഇക്വേഷനാണ്. അടുത്തത് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു, അത് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് വാട്ട് യു ഗെറ്റ്? v² ഈസ് ഈക്വൽ ടു gm/r+h. നമുക്ക് v0 എടുക്കുമ്പോൾ റൂട്ട് എടുക്കാം, റൂട്ട് ഓഫ് gm/r+h. നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. g ഈസ് ഈക്വൽ ടു gm/r² ആണ്, ഓർ gr² ഈസ് ഈക്വൽ ടു gm. നമുക്ക് gmന് എന്ത് കൊടുക്കാം? gr² എന്ന് കൊടുക്കാം. സോ വി ഗെറ്റ് ദ ഓർബിറ്റൽ വെലോസിറ്റി gr²/r+h. ഇവിടുന്ന് r നമുക്ക് റൂട്ട് കളയുവാണെങ്കിൽ r പുറത്തേക്ക് വരും. അതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് ഈ സാറ്റലൈറ്റ് അറ്റ് എ ഹൈറ്റ് h ആണെങ്കിലാണ്. ഇനി ഈ സാറ്റലൈറ്റ് എർത്ത് സർഫസിനോട് വളരെയധികം ചേർന്നാണെങ്കിലുള്ള കണ്ടീഷനാണ്. അപ്പോൾ h എന്തായിപ്പോവും? h 0 ആയിപ്പോവും. മനസ്സിലായാൽ പറഞ്ഞത്? നേരത്തെ h ഡിസ്റ്റൻസ് അകലെ, ഇപ്പോൾ ഇതാണ് സാറ്റലൈറ്റ്, ഈ h ഡിസ്റ്റൻസ് അകലെ നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി h ഡിസ്റ്റൻസ് അകലെയല്ല, എർത്ത് സർഫസിലാണെങ്കിൽ ദിസ് h ക്യാൻ ബി 0. സോ വാട്ട് ഈസ് ദ വാല്യൂ? v ഈസ് ഈക്വൽ ടു gr²/r. അപ്പോൾ നമുക്കൊരു ആറും കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് gr. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ എന്താണ് ഈ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതാണ് ദിസ് ഈസ് നോൺ ആസ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദി സാറ്റലൈറ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ദ റിലേഷൻ ബിറ്റ്വീൻ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി. വി നോ ദ എസ്കേപ്പ് വെലോസിറ്റി √2gr ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി √gr. നമുക്ക് റേഷ്യോ എടുക്കാം, എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റി. വാട്ട് യു ഗെറ്റ്? √2gr/√gr. അപ്പോൾ എന്ത് കിട്ടും? കട്ടാകുമ്പോൾ √2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു v0. മനസ്സിലായോ? ve/v0 എന്താണ്? √2 അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് ve? v ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു v0. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി √2 ടൈംസ് ദ ഓർബിറ്റൽ വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി ഈസ് √2 ടൈംസ് ദ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. സോ വാട്ട് ഈസ് പീരീഡ്? ടൈം പീരീഡ് എന്താണ്? അപ്പോൾ നമ്മൾ ഈ സാറ്റലൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമെന്നറിയാം നമുക്ക് അതിൻ്റെ സർക്കംഫറൻസിൽ കൂടി. അപ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയത്തിനുമാണ് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്. വാട്ട് ഈസ് ഇക്വേഷൻ? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാമല്ലോ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി. ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ല ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സർക്കംഫറൻസ് ബൈ വെലോസിറ്റി ഓഫ് ദി ഓർബിറ്റ്. ഓക്കെ, നമുക്കിനി നോക്കാം. വാട്ട് ഈസ് സർക്കംഫറൻസ്? 2πr ബൈ വാട്ട് ഈസ് ദ വെലോസിറ്റി? √gm/r, ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ? ഇനി നോക്കിയാൽ നമുക്കിതിനെ 2π ഇൻറ്റു √r³/gm എന്ന് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? നമുക്കിതിനെ ഈ 2π എന്ന ടൈം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2π ഇൻറ്റു തിരിച്ചെഴുതാം √gm/2π ഇൻറ്റു ഈ ഇക്വേഷനെ 2π ഇൻറ്റു √r/√gm 2πr ഇൻറ്റു √r/gm എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം അല്ലേ? റിവേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ
ഇനി നമുക്കറിയാം വാട്ട് ഈസ് 2. 2 നമുക്ക് എഴുതാം √2² അല്ലേ. അതുപോലെ 6 നമുക്ക് എന്തെഴുതാം √r². അപ്പോൾ നമുക്ക് ഈ 6 എന്തെഴുതാം √6² ഈ √r² √r എന്ത് വരും √r³ അങ്ങനെയാണ് √r³ എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ √r³ എന്ന് വന്നു. ഇനി നമ്മൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4π²r³/gm. ഇനി ഇത് ഈ നമ്മുടെ ഈ സാറ്റലൈറ്റ് തന്നെ നമുക്ക് ഓൾറെഡി കിട്ടിയൊരു ഇക്വേഷൻ 2π × r/ എന്താണ് r/√gm എന്ന ഇക്വേഷൻ വന്നതിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഇക്വേഷൻ ഉണ്ട് ഈ ഇക്വേഷൻ 2π × r³/gm. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ടൈം പീരീഡിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആറിന് പകരം മറ്റേ ഈ സാറ്റലൈറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് r+h നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പോലെ എർത്തിൽ നിന്ന് h ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് ടൈം പീരീഡ് r+h²/gm. ഇനി നമുക്കറിയാം gm ഈസ് ഈക്വൽ ടു gr² ആണല്ലോ. സോ വാട്ട് ഈസ് 2π × √gr²/gr² എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് എനർജി ഓഫ് ദി സാറ്റലൈറ്റ്. നമുക്കറിയാം എനർജി എന്ന് പറയുമ്പോൾ എന്താ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സാറ്റലൈറ്റ് ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്, സോ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി, ഇറ്റ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. We know the velocity √gm/r+h, orbital velocity. So what is the kinetic energy? Half v0². v0², this is v0 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ന റൂട്ട് പോവും. ഓക്കെ, മനസ്സിലായോ? നമുക്കിനി പൊട്ടൻഷ്യൽ എനർജി എന്താ, വാട്ട് ഈസ് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം -gmm/r ആയിരുന്നു. അറ്റ് എ ഹൈറ്റ് h ആകുമ്പോൾ r+h. ടോട്ടൽ എനർജി എന്താ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സോ നമുക്ക് r+h കോമൺ എടുക്കാം. ഓക്കെ, ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഹാഫ്, ഇപ്പം എന്ത് വരും ½ പ്ലസ് -gmm ഇപ്പം എന്ത് വരും, അപ്പോൾ ആൻസർ എന്ത് വരും ½ ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് gmm/r+h. അപ്പോൾ എന്താ ഹാഫിൽ നിന്ന് ഫുള്ള് കുറക്കുന്നതൊക്കെ എന്ത് കിട്ടും, വലിയ നമ്പറിൻ്റെ സൈൻ ഹാഫാണ്. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ കേട്ടോ, ഈക്വൽ ടു ദിസ് ഈസ് kinetic energy ½ this is -gmm/r+h. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ½ this is the total energy. Okay, total energy of the satellite. Okay, so next is our last topic of this chapter. We have mainly need to discuss two types of satellite, polar satellite and geostationary satellite. So this is the path of geostationary satellite. Geostationary satellite എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇക്വേറ്ററിലൂടെ പോകുന്നതാണ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്. അത് ഏകദേശം എർത്ത് സർഫസിൽ നിന്ന് 36,000 കിലോമീറ്റർ അത്രയും ഹൈറ്റിലാണ്. ഓക്കെ, 36,000 കിലോമീറ്റർ അത്രയും തന്നെ ഹൈറ്റിൽ വരും. പിന്നെ ഇതെന്ന് വെച്ചാൽ എർത്തിനൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത്. എർത്തിൻ്റെ ഒരു സ്പെസിഫിക് പോർഷനെ കുറിച്ച് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എർത്തിനൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്തിൻ്റെ എത്രയാണോ ടൈം പീരീഡ്, റൊട്ടേഷൻ ടൈം പീരീഡ് അത് തന്നെയായിരിക്കും ഇതിൻ്റെ. എർത്തിൻ്റെ ഒരു പോർഷൻ മാത്രം ഇതിങ്ങനെ നിന്നുകൊണ്ട് അത് എർത്തിനൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യും. എർത്ത് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും, എർത്ത് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇവിടെ. എർത്തിൻ്റെ ഒരു പോർഷൻ പിടിച്ച് നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ ഇ എന്ന പോയിന്റിൽ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ W എന്ന പോയിന്റിൽ എന്താ ഇവിടെ തന്നെ ഇവിടെ വരും. എർത്തിനൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അതായത് സ്പെസിഫിക് പോർഷനെ കുറിച്ച് മാത്രം പഠിക്കുന്നു. ഇനി നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് വെസ്റ്റ് റീജിയനിലാണ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്, എർത്തിനൊപ്പം തന്നെ ഒരു പോർഷനെ കുറിച്ച് മാത്രം പഠിക്കാനാണ്. ഒരു പോർഷൻ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈറ്റ് എത്രയാണ് ഗ്രൗണ്ടിൽ നിന്ന്, ഇത്ര ഹൈറ്റിൽ 36,000 കിലോമീറ്റർ ആണ്. എന്നാൽ പോളാർ ആണെങ്കിലോ ഇറ്റ് റൊട്ടേറ്റ് ഫ്രം നോർത്ത് ടു സൗത്ത്, പോളാർ റീജിയനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അത് ഏകദേശം 500 to 800 ഹൈറ്റിലാണ്. പിന്നെ ഇത് മൊത്തത്തിൽ ഓവറോൾ മൊത്തത്തിൽ പാർട്സിനെ കുറിച്ച് പഠിക്കാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പോളാർ സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്, ദിസ് ഈസ് പോളാർ സാറ്റലൈറ്റ്. ജിയോസ്റ്റേഷണറി ഒരു സ്റ്റേഷനറി ഒരിടത്ത് മാത്രം നിൽക്കും, ഒരു പോയിന്റിനെ കുറിച്ച് മാത്രം പഠിക്കാം, ഒരു സ്ഥലത്തെ മാത്രം കുറിച്ച് പഠിക്കാം. പോളാർ ആണെങ്കിലോ വ്യത്യസ്ത സ്ഥലങ്ങളെക്കുറിച്ച് ഡിഫറൻറ്റ് പോയിന്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. താങ്ക് യു.